ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 PSC നടത്തിയ VFA എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് 32/2025. അപ്പോൾ തുടങ്ങാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഹിസ്റ്ററി ഓഫ് കേരള. ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര്? ഓപ്ഷൻ സി ആണ് സർദാർ KM പണിക്കർ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത്? മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമേത്? ഓപ്ഷൻ എ ആണ് 1.25 കോടി മലയാളികൾ. ഈ ഗ്രന്ഥം എഴുതിയത് നമ്മുടെ കേരളത്തിൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ EMS നമ്പൂതിരിപ്പാടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. ഓപ്ഷൻ ഡി ആണ് ഇന്ത്യ, ചൈന. ഇന്ത്യയും ചൈനയുമാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം. 1857 കലാപത്തിൽ നാനാ സാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു? ഓപ്ഷൻ സി ആണ് കാൺപൂർ. 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? 1775 രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് എവിടെ? ഓപ്ഷൻ ബി ആണ് ഫിലാഡൽഫിയ. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആര്? ഓപ്ഷൻ എ ആണ് ആൻ്റോണിയോ ഗുട്ടറസ്. ഇദ്ദേഹമാണ് നമ്മുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ. 9ാമത്തെ സെക്രട്ടറി ജനറലാണ് ഇദ്ദേഹം. ആൻ്റോണിയോ ഗുട്ടറസ് 9ാമത്തെ സെക്രട്ടറി ജനറലാണ്. താഴെ തന്നിരിക്കുന്ന വാതകങ്ങളിൽ പ്രാദേശിക വാതകത്തിന് ഉദാഹരണമല്ലാത്തത്. പ്രാദേശിക വാതകത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ചക്രവാതം. ചക്രവാതം ഒരു കൊടുങ്കാറ്റാണ്. ആഗ്നേയശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക. ബന്ധമില്ലാത്തതാണ്. ഓപ്ഷൻ സി ആണ് ബന്ധമില്ലാത്തത്. അപ്പോൾ ബന്ധമുള്ളത് ഈ ആഗ്നേയശിലയെ പ്രാഥമിക ശില എന്നും വിളിക്കുന്നു. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട്. ആഗ്നേയശിലകൾ ഭൂമിക്ക് അകത്തും പുറത്തും രൂപം കൊള്ളുന്നു. അപ്പോൾ തെറ്റായത് എന്താണെന്ന് പറയുന്നത്? കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് രൂപാന്തരശിലയാണ്. ആഗ്നേയശിലയല്ല. കേരളത്തിൽ ഏറ്റവും അധികം കാണുന്നത് രൂപാന്തരശിലയാണ്, അഥവാ കായാന്തരിത ശില എന്നും പറയുന്നു. രൂപാന്തരിത ശില അല്ലെങ്കിൽ കായാന്തരിത ശിലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ശില. ആഗ്നേയശിലയ്ക്ക് ഉദാഹരണം ബസാൾട്ട്, പിന്നെ ഗ്രാനൈറ്റ്, ഇതൊക്കെ ആഗ്നേയശിലയ്ക്ക് ഉദാഹരണമാണ്. അടുത്തത്, എന്താണ് ക്ലിഫ്? എന്താണ്? ഓപ്ഷൻ എ ആണ്. ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. ക്ലിഫ് എന്ന് പറയുന്നത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ്. താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപം ഏതെന്ന് തിരിച്ചറിയുക. കൂട്ടത്തിൽ ചേരാത്തതാണ്. ഓപ്ഷൻ സി ആണ് ടെറായി. ടെറായി ആണ് കൂട്ടത്തിൽ ചേരാത്തത്. കേരളത്തിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളും അവ സ്ഥിതി ചെയ്യുന്ന ജില്ലയും തന്നിരിക്കുന്നു. ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇതിൽ ക്യാൻസലാണ് ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്യാൻസലാണ്. ഇത് തന്നിരിക്കുന്ന ഓപ്ഷൻസൊക്കെ
ശരിയാണ്. ശരിയല്ലാത്തത് കണ്ടെത്താനല്ല പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. PSC ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണിത്. അടുത്തത്, സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ്? ഓപ്ഷൻ ബി കൊൽക്കത്തയിലാണ്. ഓക്കെ. ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെ? ഓപ്ഷൻ ഡി ആണ് 2ഉം 3ഉം. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പിന്നെ പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. ഇത് രണ്ടുമാണ് നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാം? ഉൾപ്പെടുന്നതാ ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് 1ഉം 3ഉം. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം, സ്വയം പര്യാപ്തവും സ്വാശ്രയത്വവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. അടുത്തത്, ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ഡി ആണ് തെറ്റ്. ബാക്കിയൊക്കെ ശരിയാണ്. ദാദാഭായ് നവറോജി ചോർച്ച സിദ്ധാന്തമാണ്, മിച്ചമൂല്യ സിദ്ധാന്തമല്ല. അദ്ദേഹം മുന്നോട്ട് വച്ച സിദ്ധാന്തം ചോർച്ച സിദ്ധാന്തമാണ്. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആണ് പത്മ സുബ്രഹ്മണ്യം. 2024 9 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അതിലൊരാളാണ് പത്മ സുബ്രഹ്മണ്യം. പിന്നെ ബാക്കിയുള്ള ആരൊക്കെയെന്ന് ചോദിച്ചാൽ എം വെങ്കയ്യ നായിഡു, ചിരഞ്ജീവി, വൈജയന്തി മാലാബലി, പിന്നെ ഭിന്ദേശ്വർ പാഠക്. ഈ ഭിന്ദേശ്വർ പാഠകിന് മരണാനന്തരമാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. 2024 മരണാനന്തരം പത്മവിഭൂഷൺ ലഭിച്ചത് ആർക്കാ ചോദിച്ചാൽ ഭിന്ദേശ്വർ പാഠക്. ഓക്കെ. ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെ? ഉൾപ്പെടുന്നതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം. എന്താണ്? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. രണ്ടാമത്തെ, മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ ഉൽപാദക ഘടകങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ ഏതാണ് പറയുക? ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നമ്മുടെ ഉൽപ്പാദനത്തിൻ്റെ സഹായിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് ചോദിച്ചാൽ 4 എണ്ണമാണ് ഉള്ളത്. 1 ഭൂമി, 2 തൊഴിൽ, 3 മൂലധനം, 4 സംരംഭകത്വം അഥവാ സംഘാടനം. ഓക്കെ. ഇനി മൂലധനത്തിലുള്ള പ്രതിഫലം എന്ന് പറയുന്നത് എന്താണ്? ലാഭമല്ല, അത് പലിശയാണ്. ഓക്കെ. ഭൂമിക്കുള്ള പ്രതിഫലം എന്ന് പറയുന്നത് വാടകയാണ്. തൊഴിലിന് ലേബർ, അതിന് കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് വേജാണ് അഥവാ കൂലി അഥവാ വേതനാണ്. മൂലധനത്തിന് ലഭിക്കുന്ന പ്രതിഫലം പലിശയാണ്. സംരംഭകത്വം അഥവാ സംഘാടനം, അതിന് ലഭിക്കുന്നത് പ്രോഫിറ്റാണ്, ലാഭമാണ്. അതിന് ലഭിക്കുന്ന പ്രതിഫലം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത്, ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാം? ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇവരെല്ലാം 1ഉം 2ഉം 3ഉം. നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. നമ്മുടെ നിലവിലെ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ആരാ ചോദിച്ചാൽ നിർമ്മല സീതാരാമനാണ്. ഓക്കെ. അടുത്തത്,
ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 1, 2. കോട്ടോണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ്. ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപ്പാദനത്തിൽ ചോളത്തിന് 3-ാം സ്ഥാനമാണുള്ളത്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ളത്. മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഓപ്ഷൻ ബി ആണ് 91-ാം ഭരണഘടനാ ഭേദഗതി. 91-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ 15% കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. അടുത്തത്, രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ശരിയായതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ്. 2, 3, 4 ഇത് മാത്രമാണ് ശരിയായിട്ടുള്ളത്. 1 തെറ്റാണ്. അപ്പോൾ എന്തൊക്കെയാണ് ശരിയായിട്ടുള്ളത്? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്. രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. ധനബില്ല് ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റി. ഓപ്ഷൻ എ ആണ് PK തുങ്കൻ കമ്മിറ്റി. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി 3, 4. സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിലിൽ തുല്യ അവസരം. ഇത് രണ്ടും പെടാത്തതാണ്. അപ്പോൾ പെടുന്നത് ഏതൊക്കെയാണ്? തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത സിവിൽ നിയമം. ഇത് രണ്ടും ഭരണഘടന 4-ാം അധ്യായത്തിൽ ഉൾപ്പെടുന്നതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് CVGIL. 25ാമത്തെ ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർത്തവ പരിശോധിക്കാനാണ് പറയുന്നത്. യൂണിയൻ ലിസ്റ്റ് പ്രതിരോധം ആണവോർജം, സംസ്ഥാന ലിസ്റ്റ് കൃഷി മത്സ്യബന്ധനം, കൺകറന്റ് ലിസ്റ്റ് മദ്യനിയന്ത്രണം ബാങ്കിങ്. അപ്പോൾ തന്നിരിക്കുന്ന സൂചകങ്ങൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം കണ്ടെത്തുക. ശരിയായതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് പറയുന്നത്. എന്താണ്? 1, 2 ഈ രണ്ടും ആണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ട് തന്നിട്ടുള്ള മദ്യനിയന്ത്രണം ബാങ്കിങ് ഇത് രണ്ടും ഏതിലാണ് ഉൾപ്പെടുന്നത്? മദ്യനിയന്ത്രണം സ്റ്റേറ്റ് ലിസ്റ്റ് അഥവാ സംസ്ഥാന ലിസ്റ്റിലും ബാങ്കിങ് യൂണിയൻ ലിസ്റ്റിലുമാണ് ഉൾപ്പെടുന്നത്. നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ്? ഓപ്ഷൻ ഡി ആണ് കിരൺ റിജിജു. അദ്ദേഹമാണ് നമ്മുടെ നിലവിലെ ഇപ്പോഴും കേന്ദ്ര പാർലമെന്ററി കാര്യവകുപ്പ് മന്ത്രി അദ്ദേഹമാണ്. അടുത്തത്, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ശരിയായതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് 2, 3 ശരി.
ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധ്യക്ഷൻ. ഒന്നാമത്തെ പറയുന്നത് 1993 93 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ. വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ശരിയായതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. അഴിമതി നിയന്ത്രിക്കുന്നതിന്, പിന്നെ ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധമുണ്ടാക്കുന്നതിന്, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന്. ഇതൊക്കെയാണ് വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അടുത്തത് ലോക തണ്ണീർത്തട ദിനം എന്നാണ്. ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? നമ്മുടെ ഇപ്പോഴത്തെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ്? ബിന്ദു കൃഷ്ണയാണ് തൊഴിൽ വകുപ്പ് മന്ത്രി. കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ്? ഓപ്ഷൻ എ 9. കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് നേടിയത്? എൻ.എസ്. മാധവനാണ് 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. അപ്പോൾ 2025 ആരാണ് എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? കെ.ജി. ശങ്കരപ്പിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. ആരാണ്? കെ.ജി. ശങ്കരപ്പിള്ള. അടുത്തത് പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡി ഏത്? ശരിയായത് ഓപ്ഷൻ ബി ആണ്. 3ഉം 4ഉം ശരി. 3ഉം 4ഉം ശരി. പൾപ്പ് ക്യാവിറ്റി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ്. അതെ. സിമൻറ്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ്. നമ്മുടെ ഇനാമൽ എന്താ ചെയ്യുന്നത്? ഇനാമൽ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ്. ഡെൻറ്റൈൻ എന്താണ്? പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലയാണ് ഡെൻറ്റൈൻ എന്ന് പറയുന്നത്. അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആൻറ്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ജീവകം ഇ. അടുത്തത് സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു. ശരിയായ ജോഡി കണ്ടെത്തുക. ശരിയായതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് ശരി. എന്താണ്? എലിപ്പനി ലെപ്റ്റോസ്പൈറ അതുമാത്രമാണ് ശരിയായിട്ടുള്ളത്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗനിയന്ത്രണ പദ്ധതി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. അമൃതം ആരോഗ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ്? ഓപ്ഷൻ ബി ആണ്. 2 മാത്രം. ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ. സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ 3 മേഖലകളായി തിരിച്ചിട്ടുണ്ട്. ഉപരിതലം മുതൽ 200 മീറ്റർ വരെ ആഴത്തിൽ യൂഫോട്ടിക് മേഖല, 200 മീറ്ററിന് താഴെ 1000 മീറ്റർ വരെ എഫോട്ടിക് മേഖല, 1000 മീറ്ററിന് താഴെ ഡിസ്ഫോട്ടിക് മേഖല. ഇതിൽ ശരിയായതാണ് ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. 2ഉം 3ഉം തെറ്റാണ്. 40ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത് ലോക പരിസ്ഥിതി
ദിനാചരണത്തിന് 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം? 2024 ആരാണ്? ഓപ്ഷൻ ഡി ആണ് സൗദി അറേബ്യ. സൗദി അറേബ്യയാണ് ആതിഥേയത്വം വഹിച്ച രാജ്യം. ലോക പരിസ്ഥിതി ദിനം എന്താണെന്ന് നമുക്കറിയാലോ, ജൂൺ 5 2025 ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ ദക്ഷിണ കൊറിയയാണ്. 2026 ആതിഥേയത്വം വഹിച്ച രാജ്യം അസർബൈജാൻ. ഓക്കെ, അപ്പോൾ 2024 സൗദി അറേബ്യ, 2025 ദക്ഷിണ കൊറിയ, 2026 അസർബൈജാൻ. ഓക്കെ, അടുത്തത് മെനിഞ്ചൈറ്റിസിനെതിരെ M5CV വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ്? ഓപ്ഷൻ എ ആണ്. മൂന്നാമത്തെയാണ് നൈജീരിയ. നൈജീരിയയാണ് ഈ വാക്സിൻ നിർമ്മിച്ചത്. ഒപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വമനുസരിച്ചാണ്? ഏത് തത്വമാണ്? ഓപ്ഷൻ ബി ആണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? പെടാത്തതാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ സി ആണ് സെക്കൻഡ്. ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ 10 സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് 40 സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു. ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക. ഫോക്കസ് ദൂരമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ ആണ് -8 സെൻറ്റിമീറ്റർ. ഏറ്റവും മികച്ച പൊതുഗതാഗതമുള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരം? ഓപ്ഷൻ എ ആണ് മുംബൈ. അടുത്തത് ChatGPTക്ക് നിരോധനം ഏർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യം ഏതാണ്? ഇറ്റലിയാണ്. ഓക്കെ, ഇറ്റലിയാണ്. കുമ്മായമടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്തു രൂപപ്പെടുന്നത് കൊണ്ടാണ്? ഓപ്ഷൻ സി ആണ് കാൽസ്യം കാർബണേറ്റ്. കാൽസ്യം കാർബണേറ്റ് രൂപപ്പെടുന്നത് കൊണ്ടാണ് കുമ്മായമടിച്ച ചുമരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത്. അടുത്തത് ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും? FeCl3H2 ഉണ്ടാകുന്നു. അടുത്തത് ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്ര? പരമാവധി എണ്ണമാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് 10 എണ്ണം കൊള്ളും. അടുത്തത് ഡാഷ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. എന്താണ്? ടൈറ്റാനിയം ഡൈ ഓക്സൈഡ് ഉൽപാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അക്വേറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായുകുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമമനുസരിച്ചാണ്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ബോയിൽ നിയമം. അടുത്തത് പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കാക്കനാടാണ്. മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടൻ ആരാണ്? ഓപ്ഷൻ സി ആണ് PJ ആൻ്റണി. നിർമാല്യം എന്ന മൂവിക്കാണ് ആദ്യമായി മലയാള നടന് ദേശീയ അവാർഡ് ലഭിച്ചത്. 1973 ലഭിച്ചത്. ഏതാണ് സിനിമയുടെ പേര്? നിർമാല്യം. ഓക്കെ, അപ്പോൾ ആദ്യ മലയാള നടി ആരാണ്? നടൻ പറഞ്ഞു PJ ആൻ്റണി. ആദ്യ മലയാള നടി ആരാണെന്ന് ചോദിച്ചാൽ ശാരദയാണ്. അവർ ചെയ്ത മൂവി ഏതാണെന്ന് ചോദിച്ചാൽ തുലാഭാരം എന്ന മൂവിയിൽ അഭിനയിച്ച നടിക്കാണ് ദേശീയ അവാർഡ് ലഭിച്ചത്. ആദ്യത്തെ മലയാള നടിക്ക് ദേശീയ അവാർഡ് ലഭിച്ചത് തുലാഭാരം എന്ന മൂവിയിലൂടെയാണ്. ശാരദയാണ് ആ സിനിമയിൽ അഭിനയിച്ച നടിയുടെ പേര്. അടുത്തത് താഴെ കൊടുത്ത പ്രസ്താവനയിൽ ശരിയായത് ഏതൊക്കെ?
ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് ശരി. മൈമുന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് OV വിജയനാണ്. ഖസാക്കിന്റെ ഇതിഹാസം എന്ന നോവലിലെ കഥാപാത്രമാണ് മൈമുന. അടുത്തത് 2023 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിന്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനമെഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ആണ് EV രാമകൃഷ്ണൻ. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെ? ശരിയായതാണ് ചോദിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉം ശരിയാണ്. 1ഉം 2ഉം ശരിയാണ്. ഷാജി N കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി. 1989 മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് സച്ചിൻ തെണ്ടുൽക്കർ. ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ്? ഓപ്ഷൻ ബി ആണ് ജയപാൽ സിംഗ്. പ്രൈവറ്റ് ബ്രൗസിംഗ് മോഡ് ഉപയോഗിക്കുന്നത് ബ്രൗസിംഗ്, ചരിത്രം, കുക്കികൾ എന്നിവ സംഭരിക്കാതിരിക്കാൻ. HTML-ൽ ഒരു ചിത്രത്തെ പ്രദർശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ടാഗ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു LAN ഇന്റർനെറ്റുമായി ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓപ്ഷൻ ബി ആണ് റൗട്ടർ. IT ആക്ട് പ്രകാരം ഇന്ത്യയിലെ സൈബർ സുരക്ഷാ സംഭവങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ബോഡി. ഓപ്ഷൻ ബി ആണ് സർട്ടിൻ, ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഇൻപുട്ട് ഉപകരണം തന്നിരിക്കുന്ന ഓപ്ഷനിലെ ഇൻപുട്ട് ഉപകരണം ഏതാണെന്ന് ചോദിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് സ്കാനർ. പോക്സോ നിയമം 2012 പ്രകാരം കുട്ടിയായി നിർവചിച്ചിരിക്കുന്നത് ആരെയാണ്? 12 വയസ്സിന് താഴെയുള്ളവരെ. അത് ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും രണ്ടും ഒരേപോലെ തന്നെയാണ്. കുട്ടി എന്ന് പറയുന്നത് 12 വയസ്സിന് താഴെയുള്ള പ്രായമുള്ളവരെയാണ്. ഒരു വർഷത്തിൽ കേന്ദ്ര ഉപഭോക്തൃ സമിതി കുറഞ്ഞത് എത്ര തവണ മീറ്റിംഗ് കൂടിയിരിക്കണം എന്നാണ് നിയമം അനുശാസിക്കുന്നത്. എത്ര തവണ കൂടണം? ഒരു തവണയെങ്കിലും കൂടണം. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്ര? ഓപ്ഷൻ ബി ആണ് 3 വർഷം. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? ജയന്തി പട്നായിക്. ആദ്യത്തെ അധ്യക്ഷയാണ് ജയന്തി പട്നായിക്. നിലവിൽ ആരാണ്? വിജയ് കിഷോറാണ്. ഓക്കെ, അപ്പൊ സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷ ആരാണ്? സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരിയാണ്. നിലവിലെ അധ്യക്ഷ P സതീദേവിയാണ്. അടുത്തത് ഗാർഹിക പീഡന നിരോധന നിയമം 2005 പ്രകാരം താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏതാണെന്ന് ചോദിക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ശരിയല്ലാത്തത്. ബാക്കിയെല്ലാം ശരിയാണ്. ഡി എന്താ പറയുന്നത്? ഗാർഹിക പീഡനത്തിന് ഇരയായവർക്ക് പങ്കാളിയായി താമസിച്ച വീട്ടിൽ താമസിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. അത് തെറ്റാണ്. അടുത്തത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ചെയർപേഴ്സണെ കൂടാതെ എത്ര അംഗങ്ങളുണ്ട്? എത്ര പേരുണ്ട്? 6 പേരുണ്ട്. അപ്പോൾ ടോട്ടൽ 7 പേരാണ് ആ കമ്മീഷനിൽ ഉള്ളത്. സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിക്കുന്ന വാർദ്ധക്യകാല ഗൃഹങ്ങളിൽ കുറഞ്ഞത് എത്ര മുതിർന്ന പൗരന്മാർക്ക് താമസ സൗകര്യം നൽകേണ്ടതാണ്? എത്ര പേരാണ്? 150 പേര്. 150 പേർക്കെങ്കിലും താമസ സൗകര്യം നൽകണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ
അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം.